അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദരായ അധ്യക്ഷനവർകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സർവാദരണീയരായ എന്റെ നേതാക്കന്മാരെ, പ്രദേശത്തിലെ സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകന്മാരെ, ധീരരായ കണ്ണൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സംസ്ഥാനത്ത് പുതുതായി വരുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പടിപടിയായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശാഖാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി വരുന്നതിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ സമ്മേളനം ഒരുപക്ഷെ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തോട് അനുബന്ധമായി നടക്കുന്ന സംസ്ഥാനത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ സമ്മേളനമാണ് എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്. മലപ്പുറം ജില്ലയിലെ സമ്മേളനത്തിന് ശേഷമാണ് ഇവിടെ ഈ പ്രൗഢഗംഭീര സമ്മേളനം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നവംബറിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന് കേരളത്തിൽ അടിമുതൽ മുടി വരെയുള്ള ഒരു പുതിയ ഭാവവും പുതിയ കമ്മിറ്റിയും പുതിയ രൂപവുമൊക്കെ വരാനിരിക്കുകയാണ്. സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉതകുന്ന വിധത്തിലുള്ള ഒരു നല്ല നേതൃത്വത്തെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട്, മുസ്ലിം യൂത്ത് ലീഗിന് ഈ കമ്മിറ്റിയിൽ നേതൃപരമായ ഒരു പങ്ക് നിർവഹിച്ച ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ, ഒരുപക്ഷെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്കുള്ള അവസാനത്തെ അഭിസംബോധനയാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് സംഘടനാപരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ എന്റെ സമയത്തെ, സന്ദർഭത്തെ ഉപയോഗിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്തവണ്ണം ആശയപരമായ വിജയത്തിന്റെയും ചരിത്രത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു വിജയം മാത്രമല്ല, അതിനപ്പുറത്ത് ആശയപരമായി മറ്റേതൊരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലും ആദർശനിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ കഴിയുന്ന, അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിങ്ങളും ഞാനും ഒക്കെ നിൽക്കുന്നത് എന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ എതിർപ്പുകളുടെയും ഒടുവിലാണ് മുസ്ലിം ലീഗ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പലരും വിചാരിച്ചതുപോലെ അവരുടെ ടാർഗറ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയപ്പോൾ എല്ലാവരുടെ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിന്റെ ശക്തിയും കരുത്തും തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിജയം ഒരു വലിയ ആഹ്ലാദമായി ഉൾക്കൊള്ളുന്നതിന് പകരം, ആ വിജയത്തെ ഒരു മഹാസന്തോഷമായി സ്വീകരിക്കുന്നതിന് പകരം, വിശ്വാസികളുടെ സമൂഹം എന്ന നിലക്ക് ആ വിജയത്തെ ഹൃദ്യസ്ഥമാക്കി സ്വീകരിക്കുന്നതിന്റെ കൂടെ കൂടുതൽ നിശ്ചയദാർഢ്യത്തോടുകൂടെ അമിതാപേക്ഷത്തിൽ തകർന്നു പോകാതെ കൂടുതൽ ഉന്നമനങ്ങളിലേക്കുള്ള പടവുകളാക്കി വിജയത്തെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെയും തയ്യാറാവണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിങ്ങൾക്കറിയാം. മുസ്ലിം യൂത്ത് ലീഗ് നിർവഹിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കറിയാം. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പോഷക സംഘടന എന്നുള്ള നിലക്ക് പാർട്ടി അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസത്തെയും വെല്ലുവിളിയെയും അതേ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുകയും ആ ബാധ്യതകൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും പാർട്ടിയുടെ ആശീർവാദത്തോടുകൂടി പാർട്ടിക്ക് നേരെ വന്നിട്ടുള്ള എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാനുള്ള പരിശ്രമമാണ് മറ്റെല്ലാ കാലത്തും എന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അൻസാരി ഒടുക്കം സൂചിപ്പിച്ചതുപോലെ, രാജ്യത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള കഴിഞ്ഞ കാലത്തെ രാജ്യത്തെ തകർക്കാൻ മാത്രമല്ല, വിശ്വാസികളുടെ സമൂഹത്തെ തകർക്കാൻ വന്നിട്ടുള്ള സകല മതവിരുദ്ധവും രാഷ്ട്രവിരുദ്ധവുമായ ശക്തികൾക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടം അതിശക്തമായ വിധത്തിൽ വിജയിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ സാക്ഷ്യപത്രമായിരുന്നു. എന്റെ പ്രവർത്തകന്മാരോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന ഭാവിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃപദങ്ങളിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. ശാഖകൾ മുതൽ സംസ്ഥാനം വരെയുള്ള നേതൃപദങ്ങളിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. ഒരിക്കലും കഴിഞ്ഞ കാലത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ പകർപ്പുകളായി മാറാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ പുതിയ കാലത്തെ യൂത്ത് ലീഗുകാരാവണം. യൂത്ത് ലീഗുകാരന് കാലത്തെ അപ്ഡേറ്റ് ചെയ്തു പോകാൻ കഴിയണം.
ബാബ സാഹിബ് നയിച്ചിരുന്ന, മുനീർ സാഹിബ് നയിച്ചിരുന്ന, സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ചിരുന്ന ഒരു യൂത്ത് ലീഗിന്റെ പുനരാവർത്തനമായിരുന്നില്ല കഴിഞ്ഞ കാലത്ത് മുസ്ലിം യൂത്ത് ലീഗുകാർ സ്വീകരിച്ചത്. ബാബ സാഹിബിന്റെ യൂത്ത് ലീഗിന്റെ കാലത്തെ വെല്ലുവിളികളല്ല മുനീർ സാഹിബിന്റെ കാലത്തുണ്ടായിരുന്നത്. മുനീർ സാഹിബിന്റെ യൂത്ത് ലീഗ് അഭിമുഖീകരിച്ച വെല്ലുവിളികളല്ല സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തുണ്ടായിരുന്നത്. ആ വെല്ലുവിളികളല്ല കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നത്. അതിൽ സമാനതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ പുതിയ കാലത്തെ പ്രശ്നങ്ങളും പുതിയ കാലത്തെ സംഭവങ്ങളും പുതിയ കാലത്തെ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം കാലത്തോട് സംവദിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന പ്രവർത്തകന്മാരായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അടക്കം ആശയപരമായി ഒരു വലിയ സമരം നടന്നപ്പോ ടെററിസത്തിനെതിരായി, തീവ്രവാദത്തിനെതിരായി നമ്മുടെ കാലത്തൊരു പോരാട്ടം നടത്തി. വരാനിരിക്കുന്ന കാലത്തെ വെല്ലുവിളികൾ അത് മാത്രമാണോ? അല്ലെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ലോകം മുഴുക്കെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്, കാലമാണ്. പാരിസ്ഥിതിക പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോപ്പൻഹേഗനിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മനുഷ്യരുടെ തന്നെ രോദനത്തിന്റെ കഥകളാണ് നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും ജാഗ്രത ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മലയാളത്തിന്റെ, കേരളത്തിന്റെ ഞരമ്പുകൾ പോലെ, അതിൽ രക്തമോടുന്നത് പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെ കീറിമുറിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളും തോടുകളും ഒക്കെ ഉണ്ട്. അത് തകർക്കാൻ വരുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കാൻ, പാരിസ്ഥിതിക ബോധമുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി പരിസ്ഥിതിയെ പരിരക്ഷിക്കാൻ, യുദ്ധത്തിന് പോകുമ്പോൾ പോലും മരം മുറിക്കാൻ പാടില്ലെന്ന്, അന്യായമായ മരം മുറിച്ചു പോകരുത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു വന്നിട്ടുള്ള പ്രകൃതി സ്നേഹത്തെ ഈ പുതിയ കാലത്ത് കൂടുതൽ തിളക്കമുള്ളതാക്കാൻ മുസ്ലിം യൂത്ത് ലീഗുകാരന് ബാധ്യതയുണ്ട് എന്ന് ഞാൻ അവരോട് പറയുകയാണ്. നമ്മുടെ നാട്ടിന്റെ പുഴകളെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന മണൽ മാഫിയകൾക്കെതിരെ നിൽക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഈ രാജ്യത്തിന്റെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പോരാട്ടം നടത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് പുതിയ കാലത്തെ യൂത്ത് ലീഗുകാരൻ ഏറ്റെടുക്കേണ്ടതെന്ന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ ഗവൺമെന്റ് ശുചിത്വ കേരളത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശുചിത്വ കേരളം എന്ന ഒരു സ്വപ്നത്തെ കുറിച്ച് ഈ ഗവൺമെന്റ് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനിരിക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷേ ഈ ഗവൺമെന്റ് അതിനേക്കാൾ വലിയ ബാധ്യതയോടുകൂടി, വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന ബോധത്തോടുകൂടി ഈ പരിസ്ഥിതിയുടെ സംരക്ഷകരായി വരാൻ സ്നേഹമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുസ്ലിം യൂത്ത് ലീഗുകാരൻ ഈ സന്ദർഭത്തിൽ അത്തരമൊരു ധാരണയും പ്രതിജ്ഞയുമാണ് വരുന്ന കാലങ്ങളിൽ എടുക്കേണ്ടത്. ലോകത്തിന്റെ അവസ്ഥ വളരെ ഭീകരമാണ്. നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും കുടിവെള്ള പ്രശ്നമാണ്. ഞാനൊരു നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലക്ക് എനിക്കറിയാം, മണ്ഡലത്തിലെ ഏത് ഭാഗത്ത് പോയാലും ജനങ്ങൾ പറയുന്നത് കുടിവെള്ളത്തെ കുടിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ മുഴുവെടുക്കുമ്പോൾ പോലും അന്യായമായി വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് വിദേശ രാജ്യത്ത് പോയി വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നാൽ പറയുമായിരുന്ന അവന്റെ അത്ഭുതം അവിടെ പാക്കറ്റുകളിൽ വെള്ളം കൊടുക്കുന്നു എന്നാണ്. അവർക്ക് കുപ്പികളിൽ വെള്ളം 1ഉം 2ഉം റിയാൽ കൊടുത്ത് വെള്ളം വാങ്ങുന്ന അറബികളെ കുറിച്ച് അത്ഭുതത്തോടെ ചിന്തിക്കുന്ന മലയാളികൾ ഇവിടെ ഈ വേദിയിൽ മാത്രമല്ല, രാജ്യത്ത് ഇവിടെ ഒരു യോഗം നടന്നാൽ നിങ്ങളുടെ വീടുകളിൽ പോലും നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ ഇതുപോലെ വില കൊടുത്തു വാങ്ങുന്ന കുപ്പികളിലാണ് നമുക്ക് വെള്ളം എന്നുള്ളത്. വെള്ളം പോലെ സുലഭമായ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യരെ വേണ്ടി അല്ലാഹു അവതരിപ്പിച്ച ഈ ഭൂമി, ആ ഭൂമിയിൽ വെള്ളം അല്ലാഹു തന്നതാണ്. ഈ ഭൂമിയുടെ സൗന്ദര്യം അല്ലാഹു തന്നതാണ്. ഈ ഭൂമിയുടെ മലകളും പർവ്വതങ്ങളും ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ചൂഷണത്തിന്റെ ഫലമായി, നമ്മൾ ചെയ്ത അന്യായങ്ങളുടെ ഫലമായി ആ പർവ്വതങ്ങളും ആ പുഴകളും ആ നദികളും ഈ ഭൂമിയുടെ സൗന്ദര്യവും ഒക്കെ നമുക്ക് തന്നെ നാശമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു വലയുന്ന മനുഷ്യന്റെ മുമ്പിൽ കുപ്പിവെള്ളം കച്ചവടമാക്കുന്ന വമ്പൻ മുതലാളിമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ നാട്ടിന്റെ, ഈ മനുഷ്യന്റെ പൗരാവകാശമാണ് അവന് ശുദ്ധമായ ജലം കിട്ടുക എന്നത്. നമുക്ക് പോരാട്ടം നടത്താൻ കഴിയണം. നമ്മുടെ നാട്ടിലെ പുഴകളെ, നമ്മുടെ നാട്ടിലെ ജലസേചന സംവിധാനങ്ങളെ തകർക്കാൻ വരുന്നവർക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കണ്ണൂരിലെ കണ്ടൽക്കാടുകൾ തകർക്കാൻ വന്ന CPM-കാരന്റെ മുമ്പിൽ ഒരു ആക്രോശത്തോടുകൂടി നിൽക്കാൻ ഇവിടെ ഒരുപാട് പരിസ്ഥിതികവാദികൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തുമായി ബന്ധപ്പെട്ട ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊന്ന് പ്രസംഗിച്ചത് ഈ വളപട്ടണം പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര നടത്തുന്ന ഒരാൾ കാസർഗോഡ് വരെ റോഡ് മാർഗം
മാർഗം സഞ്ചരിച്ചാൽ ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ച അവൻ എവിടെയും കാണാനാവില്ല. അത്ര മനോഹരമായ കണ്ടൽ വനങ്ങൾ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു 100 ഏക്കർ വനഭൂമി നിങ്ങൾ നശിപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണ് 1 ഏക്കർ കണ്ടൽ വനം തകർക്കുക എന്ന് പറയുന്നത്. ആ കണ്ടൽ വനം CPM-കാരൻ മറ്റെല്ലാം കച്ചവടം ചെയ്തു തകർത്തവർ, നശിപ്പിച്ചവർ, ഇവിടെ വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉണ്ടാക്കി മനുഷ്യന്റെ കുടിവെള്ളം മുട്ടിക്കാൻ വന്നിരിക്കുന്ന CPM-കാരൻ ആ കണ്ടൽ കാടുകളിൽ കൈവച്ചപ്പോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, മുസ്ലിം യൂത്ത് ലീഗുകാരൻ അതിനനുവദിക്കില്ല എന്നവിടെ അന്ന് പറഞ്ഞപ്പോ നമ്മൾ ആരും അറിഞ്ഞില്ല. ആ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന അരീക്കോട് മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ജയിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം അള്ളാഹു നൽകുമെന്ന് ആ സമയത്ത് നമുക്ക് അറിയുമായിരുന്നില്ല. പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ കണ്ടൽക്കാട് തകർക്കാൻ വന്നപ്പോ മുസ്ലിം യൂത്ത് ലീഗുകാരാണ്, നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗാണ് അന്നൊരു മാതൃകയായി ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. DOD ജനറോയിൽ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുകയാണ്. ഒരിക്കൽ അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം DOD ജനറോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്ര തലവന്മാരും ഇരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഒരു കൊച്ചുകുട്ടി പാഞ്ഞു വന്ന് കയറി വന്ന് അവൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അവകാശം, സംസാരിക്കേണ്ടതുണ്ട്. ആ കുട്ടി പറയുകയാണ്, ആ കുട്ടിയുടെ പേര് സെവൻ സുസുക്കി എന്നായിരുന്നു. ആ കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 12 വയസ്സുള്ള കുട്ടി. ആ കുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. രാഷ്ട്ര തലവന്മാർ നിൽക്കുന്ന ഒരു സമ്മേളനത്തിൽ അവിടുത്തെ പ്രോട്ടോകോളുകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് മുഴുവൻ രാഷ്ട്രത്തിന്റെ തലവന്മാരും DOD ജനറോയിൽ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി സംസാരിച്ചോളൂ. ആ കുട്ടി മൈക്കിന്റെ മുമ്പിൽ വന്നു. തന്റെ കൊച്ചു ശബ്ദത്തിൽ ആ കുട്ടി പറയുകയാണ്, രാഷ്ട്ര തലവന്മാരുടെ മുഖത്ത് നോക്കി, ഞാനും എന്റെ കൂട്ടുകാരനും 8000 കിലോമീറ്റർ താണ്ടിയാണ് ഈ രാഷ്ട്ര തലവന്മാരിരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് ജീവിക്കണം, ജീവിക്കാൻ ഈ ഭൂമി വേണം. ഞാനിവിടെ വന്നത് പിടഞ്ഞു മരിച്ചു പോകുന്ന, ചിറകറ്റു പൊടിഞ്ഞു പോകുന്ന പക്ഷികളെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് വെള്ളം കിട്ടാതെ ദാഹിച്ചു വരഞ്ഞു മരിച്ചു പോകുന്ന കൊച്ചുകുട്ടികളെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാൻ വരുന്നത് ഈ പറ്റി വരണ്ടു പോകുന്ന പുഴകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇലകൾ പൊടിഞ്ഞു പോയി കരിഞ്ഞുണങ്ങി പോകുന്ന മരങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്, നിങ്ങൾ മുതിർന്നവർ ന്യായമായി നിങ്ങളുടെ ജീവിത രീതികൾ മാറ്റണം. നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ മാലിന്യമുണ്ടല്ലോ, എനിക്ക് ശ്വസിക്കാൻ ഭയമാണ്. എന്റെ തലമുറയിലെപ്പെട്ടവർക്ക് ശ്വസിക്കാൻ ഭയമാണ്. നിങ്ങൾ അത്രമാത്രം മാലിന്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ കലർത്തിയിരിക്കുന്നു, വായുവിൽ കലർത്തിയിരിക്കുന്നു. നിങ്ങൾ ഓസോൺ പാളികളിൽ സുഷിരമുണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയമാണ്. 12 വയസ്സുള്ള സെവൻ സുസുക്കി ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ഈ വൃദ്ധന്മാർ 10 or 20 വർഷക്കാലം കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. ഞങ്ങൾക്ക് ജീവിക്കാൻ ഈ മണ്ണ് വേണം. ഇത് ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന്റെ മുകളിൽ നിങ്ങളാണ് ഇത്രയും കാലം ഇത് തകർത്തു കളഞ്ഞത്, ഈ ഓസോൺ പാളികളിൽ സുഷിരമുണ്ടാക്കിയത്, ഈ വായുവിൽ മാലിന്യങ്ങൾ കലർത്തിയത്, പക്ഷികൾക്കും പറവകൾക്കും ഈ പക്ഷിമൃഗാദികൾക്കും ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടാക്കിയത്, മനുഷ്യന്റെ കുടിവെള്ളം മുട്ടിച്ചത്. DOD ജനറോയിലെ സെവൻ സുസുക്കിയുടെ പ്രസംഗം എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരാ, നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് പരിശോധിച്ചു നോക്കണം. ഒരു കൊച്ചുകുട്ടി പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി വേണം, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം വേണം. ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ കയറി 12 വയസ്സുള്ള സെവൻ സുസുക്കിയുടെ അഭിപ്രായം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോ യൂത്ത് ലീഗുകാരന്റെയും ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ, വരുന്ന കാലങ്ങളിൽ ആ ബാധ്യത ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ജാഗരൂകരായി നിൽക്കണം. അതുപോലെ തന്നെ പുതിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാടുണ്ട്. നമുക്കറിയാം, 10-15 വർഷമായി ഇത്തവണ കേരളത്തിലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഒരു അധ്യയന വർഷത്തിലാണ്. ആ സമയം നമ്മൾ അറിയുകയാണ്, 10-15 വർഷമായി കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രശ്നം? ഒരു വിദ്യാഭ്യാസ പ്രശ്നമേ കേരളത്തിലുള്ളൂ. എന്താണത്? മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രശ്നങ്ങൾ മാത്രം. അധ്യയന വർഷം തുടങ്ങുമ്പോൾ ചർച്ചയായി, അതിനെക്കുറിച്ച് ചർച്ച. ഫീസ് വർദ്ധിപ്പിക്കുന്നു, ഫീസ് കുറക്കുന്നു, 50-50 ആക്കുന്നു. ഗവൺമെന്റിന്റെ പങ്കാളിത്തം പറയുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിരലുകൊണ്ട് എണ്ണിത്തീർക്കാവുന്ന കുറച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് മലയാളിയുടെ വിദ്യാഭ്യാസത്തിന്റെ പൊതുപ്രശ്നം എന്ന ധാരണയാണ് 15 വർഷമായി കേരളക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നാൽ ഈ ചർച്ചയുടെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണോ? എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയാണോ? അല്ല. ഇന്നുവരെ ഒരു ഗവൺമെന്റും ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ചർച്ച നടത്തിയിട്ടില്ല. സ്വാശ്രയ മാനേജ്മെന്റുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കണം, അവർക്ക് എത്ര ഫീസ് കൊടുക്കണം, അത് കുറക്കണമോ, അത് കൂട്ടണമോ, അത് മാത്രമാണ് ചർച്ച. എന്നാൽ ഈ സമരം വരുന്നതോടുകൂടെ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആര് വരുന്നു? രാജ്യത്തിലെ ആർട്സ് കോളേജിലെ കുട്ടികൾ വരുന്നു. സർസൈദ് പോലെയുള്ള ആയിരക്കണക്കിന് വരുന്ന ആർട്സ് കോളേജിലെ കുട്ടികൾ ആർക്കു വേണ്ടി സമരം ചെയ്യാൻ വരുന്നത്? വരണ്യവർഗത്തിലെ മുതലാളി കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ. ആ
ആർട്സ് കോളേജിന്റെ പ്രശ്നമല്ല. എന്നിട്ടോ കുറെ MSF അടികിട്ടും, കുറെ SFI അടികിട്ടും, കുറെ KSU അടികിട്ടും, തലപൊട്ടും, ചോരയൊടുക്കും, പത്രത്തിൽ വാർത്ത വരും, വിദ്യാഭ്യാസ ചർച്ചയ്ക്ക് വിളിക്കും. ആ വർഷത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. ഇതാണോ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നം എന്ന് പറയുന്നത്? പരിശോധിക്കേണ്ടത് നിങ്ങളാണ്, സാധാരണക്കാരായ കുട്ടികളാണ്. ഇതാണോ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഈ വരണ്യവർഗങ്ങൾ അവർ മാത്രം ആശ്രയിക്കുന്ന സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിരൽ കൊണ്ട് എണ്ണി തീർക്കാവുന്ന ഈ കുട്ടികളുടെ പ്രശ്നം മാത്രമാണോ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്വാളിറ്റിയെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? ക്യാപിറ്റലിനെ കുറിച്ച് മാത്രം ചർച്ച നടത്തുന്നത് എന്തേ? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഭാവി ഇരിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുറെ ഭാവി ഡോക്ടർമാരുടെയും ഭാവി എഞ്ചിനീയർമാരുടെയും മാത്രം പക്ഷത്തിലാണോ? അല്ലല്ലോ. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ രാജ്യത്തിന്റെ ഭാവി ഇരിക്കുന്നത് പ്രൈമറി വിദ്യാലയങ്ങളിലാണോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഏത് കാലത്തും ഗവൺമെന്റ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരാണ്. സിച്ച് മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഇന്ന് അബ്ദുൾ റബ്ബ് വരെ എത്തി നിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗുകാർ ഗവൺമെന്റ് മേഖലകളിൽ തീർന്നില്ല പ്രൈമറി വിദ്യാലയങ്ങൾ. രാജ്യത്തിന്റെ ഭാവി ഇരിക്കുന്നത് പ്രൈമറി വിദ്യാലയങ്ങളിലാണ്. ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോ നമ്മളുടെ വിദ്യാഭ്യാസ സെക്രട്ടറി മുഹമ്മദ് അനീഷ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്നത്, സെൻട്രൽ ഗവൺമെന്റിന്റെ പണം വരുന്നത് പ്രൈമറി വിദ്യാലയങ്ങളിലാണ്. ആ പണം അവിടെ ചെലവഴിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ എത്രയാ പണം വരുന്നത്? അതിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ ക്വാളിറ്റി എന്താണ്? പ്രൈമറി വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. എന്താ കാര്യം അറിയോ നിങ്ങൾ? അവിടെ ചെന്നാൽ അധ്യാപകൻ വേറെ വഴിക്ക് പോകും, കുട്ടികൾ ജന്തു പിടിക്കാനും വണ്ടി തീർക്കാനും ഒക്കെ കുട്ടികൾ വേറെ വഴിക്ക് പോകും. ഇവിടുത്തെ SFI എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ മനോഹരമായ ഒരു പദ്ധതിയെ കച്ചവടം ചെയ്തിരിക്കുന്നു ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ. തുളയട്ടകളെ പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശാസ്ത്ര സാഹിത്യക്കാരും പരിഷത്തുകാരൻ പിടിമുറുക്കിയിരിക്കുന്നു. അവന്റെ വിൽക്കാച്ചടക്കങ്ങളായ പുസ്തകങ്ങൾ പ്രൈമറി വിദ്യാലയങ്ങളിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുട്ടികളെ ഇപ്പോൾ എല്ലാവരും പരാതിപ്പെടുന്നത് എന്താണ്? CBSE സ്കൂളുകൾ വ്യാപകമായി വരുന്നു. ഞാൻ ചോദിക്കട്ടെ, CBSE പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. CBSE അത്രമാത്രം വലിയ കോപ്പമൊന്നുമില്ലാത്തതാണ് എന്ന് മാതൃഭൂമിയിൽ വന്ന ലേഖനം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയല്ല. CBSE നമ്മൾ എതിർക്കുമ്പോ കഴിഞ്ഞ 11 വർഷമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എൻട്രൻസ് പരീക്ഷകളിൽ മികച്ചു നിൽക്കുന്നത് CBSE വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളാണ്. എന്തേ അവരോട് കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പ്രൈമറി വിദ്യാലയങ്ങളെ കുട്ടികളാക്കുന്നില്ല? പരിഷത്തുകാരന്റെ കൈകളിലെ കളിപ്പാവയാണ്. അതുകൊണ്ട് മാക്സിസ്റ്റ് ചാടകളായിട്ടുള്ള അടിച്ചറക്കിയിട്ട് അവിടെ തളിച്ചു ശുദ്ധീകരിക്കുക എന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കാനുള്ള ഒരു ബാധ്യതയാണ് ഗവൺമെന്റിന്. അത് മാത്രമല്ല, കരിക്കുലത്തെ പരിഷ്കരിക്കേണ്ടി വരും. കരിക്കുലം പരിഷ്കരിക്കണം. ഇപ്പൊ എന്താ പറയുന്നത്? മലയാള കവിതക്കൊന്നും യാതൊരു കാര്യം, മലയാളം കവിത എങ്ങനെ എഴുതാന്നാണ്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പ്രായമുള്ളവർ, അത്രയൊന്നും പ്രായം വേണ്ട, 10, 35, 40 വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ ഒരു കുമാരനാശാന്റെ കവിത, വള്ളത്തോളിന്റെ കവിത മനോഹരമായി പാടും. പ്രൈമറി വിദ്യാലയത്തിന്റെ മതിൽക്കെട്ടുകളാണ്. അവർക്ക് ഓർമ്മയുണ്ടാകും, അവൻ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കും. എന്നാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ മാക്സിസ്റ്റ് പാർട്ടിയുടെ കരിക്കുലം പറഞ്ഞെന്താ ഞങ്ങള് അങ്ങനെ കവിത ഒന്നും പഠിക്കണ്ട, കവിത പഠിക്കാൻ ഓർമ്മ പരീക്ഷ തെറ്റാണെന്ന് ഒരു അശ്ലീല മാതിരിയാണ്. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും കവിത എഴുതിക്കോ, എങ്ങനെ കവിത എഴുതിക്കോ. കവിതക്ക് വൃത്തം വേണ്ട, കവിതക്ക് പ്രാസം വേണ്ട, കവിതക്ക് അലങ്കാരങ്ങൾ വേണ്ട, കവിതക്ക് ചമൽക്കാരങ്ങൾ വേണ്ട, ആർക്കും കവിത എഴുതാം. അതുകൊണ്ട് എന്താണ് എല്ലാവരും പറഞ്ഞ് കവിത എഴുതാണ്. ഇപ്പോ ഒരു മുൻ മന്ത്രി ഉണ്ട് നമ്മുടെ സുധാകരൻ, 4 കവിതാ പുസ്തകങ്ങളാണ് ഇയാൾ പ്രസിദ്ധീകരിച്ചത്. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഞാൻ എന്റെ മണ്ഡലത്തെ കണ്ടു, എന്റെ മണ്ഡലത്തെ ഞാൻ ചന്ദ്രമണ്ഡലമാക്കി. കവിതയാണ്. കേരളത്തിലെ മുൻ സഹകരണ വകുപ്പ് മന്ത്രി സുധാകരന്റെ കവിതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് അന്തവും കുന്തവും ഇല്ലാതെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഭാഷയുടെ സൗന്ദര്യത്തെ തകർക്കുകയാണ്. അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളാണ്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി യൂത്ത് ലീഗുകാരന്റെ മുമ്പിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഒരു കാര്യം പറയട്ടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജാഗ്രത പാലിക്കേണ്ടത് ഗവൺമെന്റ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ പുതിയ കാലത്ത് അതിന് കഴിയാറില്ല. ഫണ്ടുകൾ കഴിഞ്ഞ കാലത്തെ പോലെ നീക്കിവെക്കാൻ കഴിയാറില്ല. എന്നാൽ നമ്മൾ ആ ഗവൺമെന്റിനോട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളും ഞാൻ ഓർക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഈ ഗവൺമെന്റും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അശാന്ത പരിശ്രമം നൽകി തന്നിട്ടുള്ള സ്ഥാപനങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപകരിക്കുന്നുണ്ടോ? പരിശോധിക്കണം നിങ്ങൾ. മഹാനായ സിച്ച് മുഹമ്മദ് കോയ
കയ്യിൽ എറിഞ്ഞു പിടിപ്പിക്കലാണ് ഒരു സ്കൂൾ. ഹാജിയാരെ പരമാവധി കൊതറാൻ നോക്കും. സിയത്ത് എനിക്ക് വേണ്ട. സിയത്ത് പറയും, അല്ലാതെ ഒരു 2 കെട്ട് ഉണ്ടാക്കിയാൽ മതി, ഓലന്റെ ഷെഡ് മതി, നമ്മളെ കുട്ടികളെ പഠിക്കട്ടെ. അങ്ങനെ ഒരു ബാധ്യത പോലെ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെച്ചു സിയത്ത്. അന്നത്തെ കാലത്ത് മാനേജ്മെന്റുകളെ ഏൽപ്പിച്ച് പ്രൈമറി, അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആചാര്യയുടെ മക്കൾ വന്നപ്പോഴാണ് ഇതൊരു കച്ചവടമാണെന്നും ഇത് വമ്പിച്ച ഒരു ലാഭമുള്ള കേസാണെന്നും പിന്നെ അവർ തിരിച്ചറിഞ്ഞത്. ഈ സമുദായത്തിൽ ഗവൺമെന്റിന് ഈ സമുദായത്തിന് വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ സമുദായത്തിന്റെ ഏജൻസികളെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി മുസ്ലിം സമുദായം ഏൽപ്പിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഫാറൂഖ് കോളേജിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. എന്താ ഫാറൂഖ് കോളേജിന്റെ ചരിത്രം? ഫാറൂഖ് കോളേജിന്റെ ചരിത്രം എന്താണ്? മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കാർ വിറ്റാണ് ആ സ്ഥാപനം ഉണ്ടാക്കാൻ അതിനുവേണ്ടി പണം സ്വരൂപിച്ചത്. തീരുന്നില്ല. ഫാറൂഖ് കോളേജിന്റെ അപ്ലിക്കന്റ് മഹാനായ പ്രൊഫസർ സാഹിബാണ്. എന്നാൽ നിങ്ങളറിയുമോ, മുസ്ലിം ലീഗിന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ ഫാറൂഖ് കോളേജ് നിങ്ങളുടെ നാട്ടിലെ സർസൈഡ് സ്ഥാപനം പോലെയുള്ള മാതൃകാ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. PSMO കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ അത് നിഷേധിക്കുകയില്ല. എന്നാൽ മുസ്ലിം മാനേജ്മെന്റുകൾ എന്ന പേരിൽ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ, അതിലൊന്നാണ് ഫാറൂഖ് കോളേജ്. ആ ഫാറൂഖ് കോളേജിൽ നിങ്ങൾക്കൊരു സീറ്റ് വേണമോ? നിങ്ങൾ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്കല്ല, അതിന്റെ സെക്രട്ടറിയുടെ മുറിയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്കൊരു BEd സീറ്റ് വേണമെങ്കിൽ, BCom സീറ്റ് വേണമെങ്കിൽ, നിങ്ങൾക്കൊരു MCom സീറ്റ് വേണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് കോഴിക്കോട് വലിയങ്ങാടിയിലേക്കാണ്. അവിടുത്തെ വലിയ കൊപ്ര മുതലാളിയുണ്ട്. ആ കൊപ്ര മുതലാളിയുടെ പാഞ്ചാലയിൽ നിങ്ങൾ കയറിയാൽ, ഓഫീസിൽ കയറിയാൽ ഒരു ഭാഗത്ത് ഒരു മേശയുണ്ട്. അത് കൊപ്രയുടെ ലാഭമെടുത്ത മേശയാണ്. മറുഭാഗത്തെ മേശയോ ഫാറൂഖ് കോളേജിലെ സീറ്റുകൾ വിറ്റിട്ട് അതിന്റെ പണം വാങ്ങിയിട്ടുള്ള മേശയാണ്. ഒരു കാര്യം ഈ വരേണ്യർക്ക് മനസ്സിലാക്കണം. സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സമുദായത്തിന്റെ പാവപ്പെട്ടവന്റെ വേർപ്പൊഴുക്കിട്ട് ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനമാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാര് ആ വാതിലുകൾ പൊളിച്ചകത്തു കയറി അത് ഈ സമുദായത്തിന് വാങ്ങി കൊടുക്കാൻ ഭാവിയിൽ സമരം ചെയ്യേണ്ടി വരും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട, നമ്മുടെ ബാധ്യതയാണത്. കാരണം ഒരു കാലത്ത് ഇന്നത്തെ ഒരു സമരത്തിൽ സംവരണ സമരത്തിൽ പുറത്തു വരുന്ന ഒരു യൂത്ത് ലീഗുകാരൻ അവന് ചെറിയ സ്വാർത്ഥത ഉണ്ടാകും. എന്താ കാര്യമെന്നറിയുമോ? അവന്റെ സ്വാർത്ഥത എന്താണെന്ന് അറിയുമോ? അവനൊരു പക്ഷെ PSC പരീക്ഷ എഴുതിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവന്റെ കൊച്ചനുജൻ എഴുതിയിട്ടുണ്ടാവാം. ഇവിടെ ഇന്ന് ഒരു സംവരണ സമരം നയിക്കുമ്പോ അതിന്റെ മുൻനിരയിൽ ലീഗുകാരന്റെ മനസ്സിനകത്ത് ഒരു സ്വാർത്ഥത ഉണ്ടാകും. എന്റെ മകൻ പഠിച്ചു വരുന്നു, അവനൊരു ജോലി വേണം. എന്നാൽ 1940-കളിൽ 50-കളിൽ 60-കളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി സമരം ചെയ്യാൻ വന്നവർ നിങ്ങൾക്കറിയാമോ? അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അന്നത്തെ സംവരണ സമരം നടത്തിയ കാരണവന്മാർ അവർക്കറിയില്ല തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന്. അവർക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പാണ്, അവരുടെ മക്കൾക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. അതിനൊരുപാട് ഇപ്പുറത്തുള്ള പേരമക്കളായ നമ്മൾക്ക് ലഭിക്കുമെന്ന് പോലും കരുതിയല്ല അവർ പറഞ്ഞത്. എന്റെ നാടാണ് ഇത്, ഇന്ത്യ രാജ്യമാണ്, എന്റെ പിതാമഹന്മാർ ചോരത്തിന്റെ നേടിയെടുത്ത നാട്, ഈ നാട്ടിലെ ഒരു അവകാശം എനിക്ക് കൂടി വേണ്ടപ്പെട്ടതാണ് എന്ന് CH പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് ബാസഫാദർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും വരുന്നു സമരത്തിന്. ദേശാഭിമാനി ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, 1960-കളിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂണാണ്. എന്താ കാർട്ടൂൺ എന്നറിയുമോ? ഒരു ചായക്കടയിൽ നിന്ന് ഒരാൾ പത്രം വായിക്കുകയാണ്. ആ പത്രത്തിൽ പറയുന്നു, തിരുവനന്തപുരം കാഴ്ചബംഗ്ലാവിലേക്ക് 100 മൃഗങ്ങളെ എടുത്തു, വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ വാങ്ങാൻ തീരുമാനിച്ചു. ഉടനെ ഒരു കാക്ക, ചായ അടിച്ചോണ്ടിരിക്കുന്ന കാക്ക, അന്ന് കള്ളിക്കുപ്പായും ബനിയനൊക്കെ അങ്ങനെയാണല്ലോ പറയാ മാപ്പിളമാരെ ചിത്രീകരിക്കാറുള്ളത്. കാക്ക പറയാണ്, അതിലും ഞങ്ങൾക്ക് സംവരണം വേണം. കാഴ്ച ബംഗ്ലാവെന്നറിയാത്ത കാക്കയായി, എന്തിനും ഏതിനും അവകാശങ്ങൾ നയിക്കുന്ന ഒരു വിദ്യയായി മലയാളത്തിലെ മാപ്പിള മക്കളെ ചിത്രീകരിച്ച് അന്നത്തെ ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം. ആ കാരണവന്മാർ തെരുവിൽ ഇറങ്ങിയിട്ട് അവന്റെ ജീവിതം മുഴുവൻ വെച്ചാണ് സ്നേഹമുള്ളവരെ ഈ കണ്ട കൊട്ടാരങ്ങൾ അവൻ ഉണ്ടാക്കി തന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിവിധ ഏജൻസികൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഈ സ്ഥാപനങ്ങളുടെ അടിമാറ്റി നോക്കിയാൽ ഈ പാവപ്പെട്ട കാക്കന്മാരുടെ വിയർപ്പിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകും. ആ സ്ഥാപനങ്ങളൊക്കെയാണ് കുറെ മുതലാളിമാർ, കുറെ വരേണ്യവർഗങ്ങൾ അവന്റെ തറവാട്ട് സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്നത്. ആ തറവാട്ട് സ്വത്തുകളെ ഈ സമുദായത്തിന്റെ തറവാട്ട് സ്വത്താക്കി മാറ്റാനുള്ള സമരമാണ് മുസ്ലിം ലീഗുകാരൻ വരാനിരിക്കുന്ന ഭാവിയിൽ നടത്തേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നു, മുസ്ലിം ലീഗിന്റെ വിയർപ്പ് കൊണ്ട്, മുസ്ലിം ലീഗിന്റെ അധ്വാനം കൊണ്ട് ലീഗിനാകുമായിരുന്നല്ലോ ഒരു കോളേജ് നടത്താൻ, ലീഗിന്റെ കമ്മിറ്റിക്കാകുമായിരുന്നല്ലോ. CH മുഹമ്മദ് സാഹിബ് പറഞ്ഞാൽ നമ്മൾ മറ്റൊന്ന് ചെയ്യുമായിരുന്നോ? ഫാറൂഖ് കോളേജ് നടത്താൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അവന്റെ നെറ്റി ഒന്ന് ചുളുങ്ങും. അതാണ് ഫാറൂഖ് കോളേജിൽ മുതലാളികളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു സീറ്റിന് വേണ്ടി ഒരു കോളേജിന് ഉദാഹരണം പറയാൻ പറ്റിയ കോളേജ് അതാണ്. എന്താ കാര്യം അറിയോ? അതിൽ ലീഗിന്റെ പ്രകടമായ വിയർപ്പുകളുണ്ട്. പോക്കർ സാഹിബിന്റെ അപേക്ഷ കൊണ്ടുണ്ടാക്കിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പോയി ചെല്ലുമ്പോ അവന്റെ നെറ്റിയൊന്ന് ചുളുങ്ങാൻ ലീഗുകാരൻ പരമപുച്ഛമാണ് പലർക്കും.
എന്നാൽ ഈ പച്ചക്കോടിയുടെ തണലത്താണ് ഇവന്റെയൊക്കെ മരങ്ങൾ തഴച്ചു വളരുന്നത് എന്ന സാമാന്യബോധം അവരൊക്കെ വെച്ചു പുലർത്തുന്നത് നല്ലതാണ്. എല്ലാവരും അറിയണം, ഇവിടെ മുസ്ലിങ്ങളോട് എല്ലാവർക്കും വമ്പിച്ച സ്നേഹമാണ്. ആർക്കാ സ്നേഹമില്ലാത്തത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹമാണ്, ഇവിടുത്തെ കോൺഗ്രസുകാരുടെ സ്നേഹമാണ്, ഇവിടുത്തെ ജനതാ പാർട്ടിക്കാരുടെ സ്നേഹമാണ്, ഇവിടുത്തെ സകലോർക്കും സ്നേഹമാണ്. എടോ ചങ്ങാതിമാരെ, ഈ മുസ്ലിങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളോ? കേരളത്തിന് പുറത്തില്ലേ? ബംഗാളിൽ മുസ്ലിങ്ങളില്ലേ? കൽക്കത്തയിൽ ചില തെരുവുകളിൽ വേദന തിന്നുന്നവന്റെ മുസ്ലിമല്ലേ? ഡൽഹിയുടെ തെരുവുകളിൽ അലഞ്ഞു കഴിയുന്നവന്റെ മുസ്ലിമല്ലേ? അവന്റെ ഖുർആൻ പറയാ, അവന്റെ ഖുർആൻ 15 ദിവസം തലപ്പുറകളെ മുസ്ലിമിന്റെ ഖുർആൻ 30 ദിവസം അല്ലല്ലോ. അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും അവർക്ക് വേറെ പ്രവാചകനോ? അല്ലല്ലോ. നമുക്കും അവർക്കുമൊക്കെ ഒരു പ്രവാചകൻ, നമുക്കും അവർക്കുമൊക്കെ ഒരു ഖുർആൻ, നമുക്കും അവർക്കുമൊക്കെ ഒരു അല്ലാഹു. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അവനൊന്നും വേണ്ട. എന്താ? അവനൊന്നും വോട്ടില്ല, അവനൊന്നും ഈ സൗകര്യങ്ങളില്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പറകെ മണപ്പിച്ച് നടക്കുന്നവർക്ക് മുഴുവൻ അറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരുടെ മുമ്പിലും നഷ്ടം കണക്കാത്ത ആദർശ പ്രതിബദ്ധതയുള്ള ഒരു വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്കാണ്. ഒരുമിക്കുന്നവന്റെ കൂടെയാണ് ഭിന്നിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവൻ നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സഹോദരന്മാരോട് ചോദിക്കട്ടെ, ജുമാ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ് എന്താണ് ഇസ്ലാമിനകത്തുള്ളത്? എന്താ അതിനർത്ഥം എന്ന് പറയുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും നമുക്കൊരു കൂടിപ്പിരിയലല്ല. ആ നാട്ടിലെ കൂട്ടായ്മയിൽ 2 വക്ത് നമസ്കാരം കുറക്കുകയാണ് വെള്ളിയാഴ്ച. എന്നിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരുമിച്ചു കാണാൻ ജമാഅത്ത് പരമപ്രധാനമാണ്. ആ ജമാഅത്താണ് കേരളത്തിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയത്. ആ ജമാഅത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങളാണ്. ആ സമീപനങ്ങൾ കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അതുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കാൻ വരുന്നവർ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം ഈ മഹാനഗരിയിൽ എത്തുന്നത് വരെ അത്ഭുതമാണ്. അതിനുള്ള എന്ത് ആരംഭങ്ങളാണ് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടത്തിയത്. മലപ്പുറം ജില്ലയിൽ സമ്മേളനം ഞാൻ പോയി കണ്ടു. ഒരു പോസ്റ്റർ മാത്രമാണ്, 4 കൊടികൾ മാത്രമാണ്. എന്നോട് പലരും ചോദിച്ചു, ഇങ്ങനെയാണോ യൂത്ത് ലീഗ് സമ്മേളനം നടത്തേണ്ടത്? ഇങ്ങനെയാണോ യൂത്ത് ലീഗ് സമ്മേളനം നടത്തേണ്ടത്? എന്താ ഒരു ആരവമില്ലാത്തത്? എന്താ കട്ടൗട്ടുകളില്ലാത്തത്? എന്താ വലിയ ബാനറുകളില്ലാത്തത്? എന്താ വലിയ പോസ്റ്ററുകളില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മുസ്ലിം യൂത്ത് ലീഗ് മാതൃകയാവണം. ഈ സമുദായത്തിന് മാതൃകയാവണം, ഈ രാജ്യത്തിന് മാതൃകയാവണം. എനിക്കറിയാം, കോഴിക്കോട്ടെ ഒരു പത്രപ്രവർത്തകനും ചേർന്ന് ഞങ്ങൾ നടത്തിയ ഒരു സർവേയുണ്ട്. 2009 നടത്തിയ സർവേ. ആ സർവേയുടെ കണക്കെന്താണെന്ന് അറിയുമോ? കോഴിക്കോട് നഗരത്തിന്റെ അനുബന്ധമായി മാത്രം ഒരു വർഷം മതസംഘടനകൾ നടത്തുന്ന സമ്മേളനങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയ ചെലവ് 11 കോടി രൂപയാണ്. 11 കോടി രൂപയാണ്. സമ്മേളന മാമാങ്കങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് നഗരം മാത്രം ഒരു വർഷം സാക്ഷിയാവുന്നത് 11 കോടി രൂപയാണ്. ചിന്തിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഗൾഫ് നാടുകളിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്ന പാവപ്പെട്ടവന്റെ വയറൊട്ടി അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ ഒരു ഭാഗമെടുത്തിട്ട് കേരളക്കരയിൽ ഇവർ ആഘോഷിക്കുമ്പോ, സമ്മേളനങ്ങൾ മാമാങ്കങ്ങളാക്കുമ്പോ മുസ്ലിം യൂത്ത് ലീഗുകാരാ ഏതു കാലത്തും ഈ സമുദായത്തിന്റെ മാതൃകയായി നിന്നത് മുസ്ലിം ലീഗാണ്. മാതൃകയാവണം നിങ്ങൾ. ഇനി നമുക്കൊരു പ്രവാചകൻ വരാനില്ല. ഈ സമുദായത്തെ രക്ഷിക്കാൻ ഒരു പ്രവാചകൻ വരുമെന്ന് കരുതാനാവില്ല. അല്ലാഹു പറഞ്ഞു വരില്ല. പിന്നെ ആരാണ് മാതൃകയാവേണ്ടത്? ഈ സമുദായത്തിന് ആരാണ് മാതൃകയാവേണ്ടത്? പരസ്പരം തർക്കിക്കാനും തമ്മിൽ തല്ലാനും. പണ്ടൊക്കെ പത്രസമ്മേളനം, പണ്ടൊക്കെ ഫോട്ടോ നോട്ടീസുകൾ വരുമ്പോ പറയും, എന്താണ് ലീഗിന്റെ പൊതുയോഗം, ഇവിടെ ചോദിച്ചു നോക്ക്. അവർ പണ്ടത്തെ നോട്ടീസുകൾ ഉണ്ടാവും. എന്താണ് ഇന്ന് നേതാക്കൾ പ്രസംഗിക്കും. അടിയിൽ MP. എന്താണ് MP? ഉച്ചഭാഷണിയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സാധനമാണ് ഉച്ചഭാഷണിയും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. നോട്ടീസ് കഴിഞ്ഞിട്ട് താഴെ MP ഒന്നുമില്ല, പ്രോജക്ട് പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കണം. ഒരു സമുദായം എവിടെ നിൽക്കാൻ, എന്നിട്ട് തെരുവിൽ ഇങ്ങനെ പ്രൊജക്ടറിനെ കാണിക്കുക, ഒരു പ്രത്യേക സ്ഫോട്ടത്തോട് നിർത്തുക, എന്നിട്ട് എടോ പഹയാന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത വിളിക്കുക. ഈ ലോകത്തിന്റെ മുമ്പിലും ഇതുപോലെ ദാവത്തിന്റെ സാധ്യതയുള്ള നാടില്ല നമുക്ക്. ഓർക്കണം നിങ്ങൾ, ഓർക്കണം മുസ്ലിം യൂത്ത് ലീഗുകാരാ. നാട്ടിലെ ഒരു ഫിത്നയിലും നിങ്ങൾ കക്ഷിയാവരുത് കേട്ടോ. നാട്ടിലെ സമുദായങ്ങൾ തമ്മിൽ നടക്കുന്ന, അതിനകത്ത് നടക്കുന്ന ഒരു കുഴപ്പത്തെയും പൊളിച്ചു വലുതാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമവും 20 കൊല്ലം നടത്തിയ ദുഷ്ചൈതികളുടെ ഭാഗത്തല്ല യൂത്ത് ലീഗുകാരൻ ഉണ്ടാവേണ്ടത്. സമുദായത്തിനകത്ത് ഒരു പിളർപ്പിനെയും വക്താക്കളാവാൻ നിങ്ങൾ നിൽക്കരുത് കൂട്ടുകാരെ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, വേദനയോട് ആലോചിക്കണം. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്താണ് നിങ്ങളും ഞാനും ഉയർത്തിപ്പിടിക്കുന്ന ഈ നാട്ടങ്ങൾ നമ്മളുടെ കാരണവന്മാർ നമുക്ക് വാങ്ങിത്തന്നത്. ഇതുപോലെ ഒരു വേദി ഉണ്ടാവാൻ, ഇതുപോലെ ഒരു സദസ്സുണ്ടാവാൻ, ഇതുപോലെ ഒരു പ്രസംഗം നടത്താൻ
മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന കേരളത്തിന് പുറത്ത് ആർക്കെങ്കിലും സാധിക്കുമോ? ഈ സൗകര്യങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ ഈ സൗകര്യങ്ങൾ നശിപ്പിക്കരുത്. നമുക്ക് നൽകിയ ഒരു സ്വാതന്ത്ര്യം ആരുടെയും തലക്ക് മുകളിൽ കയറാനുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടി നിലനിൽക്കുന്നത് അതിന്റെ ആശയഭദ്രത കൊണ്ടാണ്. ഇതിന് ഖുർആനിനോട് കടപ്പെട്ടവരാണ് നമ്മൾ, ഹദീസിനോട് കടപ്പെട്ടവരാണ് നമ്മൾ, അല്ലാഹുവിന്റെ പ്രവാചകനോട് കടപ്പെട്ടവരാണ് നമ്മൾ. പോകുന്നത് രുജുവായ പാതയിലാണ്. അത് നിങ്ങളുടെയും എന്റെയും കഴിവുകൊണ്ടല്ല, നിങ്ങളുടെയും എന്റെയും കഴിവുകൊണ്ടല്ല. നമ്മളൊക്കെ തകർത്താലും തകർക്കാനാവാത്തവണ്ണമുള്ള ഒരു മാതൃക മുസ്ലിം ലീഗ് പാർട്ടിയുടെ അടിത്തട്ടിലുണ്ട്. അതുകൊണ്ടാണ് ലീഗ് തകരാതെ പോയത്. നിങ്ങൾ ഓർക്കണം, മുസ്ലിം ലീഗിന്റെ ചാവടിയന്തരം കഴിക്കാൻ വേണ്ടി കുറിച്ചു നടന്നവരല്ലേ ഇവിടെ? ലീഗ് പാർട്ടിയുടെ ഒരു റാത്തലർച്ചയ്ക്ക് വേണ്ടിയിട്ട് 990 ഭാഗതീയ മസ്ജിദിന്റെ വിഷയം പൊന്തി വന്നപ്പോ CPM-കാരന്റെ നിശ്ചയിച്ച കോട്ടയത്തെ സമ്മേളനം കൊണ്ടുപോയി മലപ്പുറത്ത് പിടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു മലപ്പുറം ചോപ്പിക്കാണ്. നിങ്ങൾ ചോപ്പിക്കാൻ പോയ മലപ്പുറത്തിലെ 16 സീറ്റിൽ 14 സീറ്റിലും മുസ്ലിം ലീഗിന്റെ ചൂണക്കുട്ടികളാണ് ജയിച്ചു വന്നതെങ്കിൽ നിങ്ങൾ ചുവന്നു എന്ന് പറയുന്ന കണ്ണൂരിന്റെ മണ്ണിലെ 11 സീറ്റിൽ 5 സീറ്റിലും UDF-കാരന്റെ അടിമയമാണ് ജയിച്ചു വന്നവർ പറഞ്ഞത് ലീഗിന്റെ കുട്ടികളുടെ വിജയമെന്നാണ്. ലീഗിന്റെ കുട്ടികളുടെ വിജയം ഞാനതിലൊരു നിമിത്തമായിരിക്കാം, പക്ഷേ CPM-കാരൻ ഓർത്തോ, മലപ്പുറം നിങ്ങൾ ചോപ്പിക്കാൻ പോയപ്പോ നിന്റെ ചുവന്ന കോട്ടയിൽ നിന്ന് പച്ചയണിക്ക് ജയിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള കഴിവാണ്. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് മുസ്ലിം ലീഗ് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ ശിഹാബ് തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം വീഴുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ആർക്കാണത് അറിയാത്തത്? ഇപ്പോ വലിയ ഐശ്വര്യമാണ് നമുക്ക്, എന്തൊരു സന്തോഷമാണ് നമുക്ക്. ലീഗിലെ MLA-മാരെ തട്ടിട്ട് മുഷിട്ട് നടക്കാൻ വയ്യ. ആഫീസ് പോയാൽ എപ്പോഴുണ്ടാവും 5-6 MLA-മാർ. എവിടെ പോയാൽ തേടിച്ചിരുന്നാൽ ലീഗിന്റെ MLA-മാരുടെ കളിയാണ്. 20 പേർ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ 20 പേരുടെ അംഗബലത്തിൽ ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊരു അഹങ്കാരമുണ്ട്. എന്താണ് അഹങ്കാരം അറിയോ? അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, എല്ലാവരും അക്ഷമരാണെന്നറിയാം, പക്ഷെ ക്ഷമിക്കുക. എത്തും തന്നെ പ്രതീക്ഷിക്കുക. DC ആയിട്ടുണ്ട്, തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുക. ആരും അഭിമാനം വിട്ട് കളിച്ചിട്ടില്ല. ലീഗ് അഭിമാനം വിട്ട് കളിച്ചിട്ടില്ല. തോറ്റുപോയി ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസംഗകന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ പറയുമായിരുന്നു പണ്ട് അഹങ്കാരത്തോടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, കയ്യടി കിട്ടാൻ വേണ്ടിയാണ്. പാർലമെന്റ് പിരിച്ചുവിടുമ്പോ 2 സീറ്റിൽ ഞങ്ങൾ സ്റ്റൗവിൽ വെച്ച് വരുന്നത്. ആരെന്തായാലും തോറ്റാലും ജയിച്ചാലും ഞങ്ങളുടെ 2 കുട്ടികൾ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു ഞങ്ങൾ. ആ മഞ്ചേരിയിലാണ് ഞങ്ങൾ തോറ്റുപോയത്. വയനാട്ടിലെ കൽബാറാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് വയനാട്ടിലെ മേപ്പാടിൽ. വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് മേപ്പാടി ലീഗ് ഓഫീസിന്റെ മുമ്പിൽ വെച്ച്. മൈക്കിൽ ഇങ്ങനെ പുറത്തേക്കിട്ട് വാർത്ത കേൾപ്പിക്കാൻ മഞ്ചേരിയിൽ തോറ്റു എന്ന് വാർത്ത കേട്ട് അത് പെട്ടെന്ന് കൽബാറാക്ക നിലത്ത് തലചുറ്റി വീഴാൻ, കൈകിന്റെ മുട്ട് പൊട്ടി 6 മാസത്തോളം ആ മനുഷ്യൻ ആശുപത്രിയിൽ കിടന്നു. അങ്ങാടിയുടെ തെരുവിലാണ് കൽബാറാക്ക ബോധമിട്ട് വീണതെങ്കിൽ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളും കാണാതെ തലയിൽ അമർത്തി പിടിച്ച് കരഞ്ഞു കിടക്കുക. മുസ്ലിം ലീഗിന്റെ മഞ്ചേരി പോയപ്പോഴുള്ള സങ്കടം അറിയോ നിങ്ങൾ? എത്ര വലിയ സങ്കടം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വോട്ട് ചെയ്ത മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി. ഞങ്ങൾക്ക് എല്ലാ മുനിസിപ്പാലിറ്റിയിലും കാസർഗോഡ് പോയി, മഞ്ചേരി പോയി, തിരൂര് പോയി, താനൂര് പോയി, അങ്ങനെ പടപടപടേന്ന് തോൽക്കാൻ. ആ സമയത്തും ഒരു മനുഷ്യനുണ്ടായിരുന്നു, സുസ്മേരവദനായി പാണക്കാട്ടെ തറവാട്ടിനകത്ത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹാനായ ശിഹാബ് തങ്ങൾ. അതിനകത്ത് ഒരു പുഞ്ചിരിയോട് തങ്ങൾ പറഞ്ഞു, തോക്കട്ടെ, എല്ലാവരും തോൽക്കട്ടെ. അവസാനത്തെ ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ തോറ്റുപോയാലും ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയും പണയം പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഈ യൂത്ത് ലീഗുകാരനോട്, നിങ്ങളിലെ മഹാഭൂരിപക്ഷം ആളുകളും അന്ന് മനസ്സുകൊണ്ട് ശിഹാബ് തങ്ങളുടെ വാക്കുകൾക്കെതിരായിരുന്നു. സ്നേഹമുള്ളവരെ, യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം നിങ്ങളെ കൊടിയെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്.
അഗാധമായി നിങ്ങൾ ഈ കൊടിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അന്ന് നിങ്ങൾ ഈ പ്രസ്ഥാനം വിട്ടുപോകാതിരുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരുണ നമ്മൾ ആരും ചിന്തിച്ചതുപോലെ ശിഹാബ് തങ്ങൾ ചിന്തിച്ചില്ല. ആ ശിഹാബ് തങ്ങൾ അനുഭവിച്ച വേദന അറിയുന്നു. തങ്ങളുടെ കാലത്ത് മഞ്ചേരി തോൽക്കുക, തങ്ങളുടെ കാലത്ത് മലപ്പുറം പോവുക, ആ ശിഹാബ് തങ്ങൾ ഹൃദയത്തിൽ അടക്കിപ്പിടിച്ച വേദനയുടെ വിലയാണ് ഈ 20 MLA-മാരായി കേരളത്തിലെ നിയമസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ വിലയാണ്. അതോർക്കാൻ നിങ്ങൾക്ക് കഴിയണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒന്നിന്റെ മുമ്പിലും അടിയറവ് പറഞ്ഞിട്ടില്ല. ഒരാൾക്കും തലകുനിച്ച് നിന്ന് കൊടുത്തിട്ടില്ല. അഭിമാനത്തോടെ മാത്രം നിന്ന ഒരു സംഘടനയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജമാഅത്തുകാരോട് പറയുന്നത്, നിങ്ങളെ വോട്ട് വഴി നിങ്ങൾ പുരക്ക് പോയിക്കോ. അദ്ദേഹത്തിന്റെ ഭാഷയിലാണ്, നിങ്ങളെന്ന് പോയിക്കോളി, നമുക്ക് വേണ്ട. ഒരു മോശപ്പെട്ടവന്റെ വോട്ടുമില്ല സഹോദരന്മാരെ. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി മുസ്ലിം ലീഗിനോട് സംവദിക്കാൻ ആരും വന്നിട്ടില്ല. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് ഒരു സെമിനാർ നടത്തി. ഞാൻ പറഞ്ഞു അവരോട്, ഇതൊരു സംവാദത്തിന്റെ കാലമാണ്, അതുകൊണ്ട് എല്ലാവരെയും വിളിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബ്ദുറഹിമാനെ വിളിച്ചു, വന്നില്ല. ഞങ്ങൾ പറഞ്ഞു പ്രതിനിധിയെ വിടുമോ, വന്നില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുദ്രാവാക്യം അതിജീവനത്തിന്റെ 90 വർഷമാണ്. നിങ്ങൾ ഓർക്കണം, ഇത് 90ാമത്തെ വർഷമാണ് അതിജീവനത്തിന്റെ. 921, 2011. 921 മാപ്പിള മക്കളെ 2011 പരിവർത്തിപ്പിച്ചത് ലീഗ് പാർട്ടിയാണ്. 21 മാപ്പിള മക്കളെ ആ മക്കളുടെ ഹൃദയത്തിലെ ചൂരും വീരും ചോർന്നു പോകാതെ, അവരുടെ ഹൃദയത്തിലെ ആവേശം തല്ലിക്കെടുത്താതെ, അവന്റെ നിറമ്പുകൾ തുറക്കുന്ന രക്തത്തെ ഒരു തരി പോലും ശമിപ്പിക്കാതെ, എന്നാൽ അവന്റെ കയ്യിൽ കത്തിയും കോടാലിയും എടുത്തു വലിച്ചെറിഞ്ഞു. അവന്റെ കൈകളിൽ ബാലറ്റ് പേപ്പർ കൊടുത്തു. ഒരു കത്തിയുടെ 1000 മടങ്ങ് ശക്തിയുള്ള ബാലറ്റ് പേപ്പർ അവന്റെ കയ്യിൽ പിടിപ്പിച്ചു. ലീഗ് നടത്തിയ ഒരു സമരത്തിന്റെ 90ാമത്തെ വർഷം. അതാണ് ഈ 2011. നിങ്ങൾ ഓർക്കണം, അതിജീവനത്തിന്റെ 90 വർഷം. എങ്ങനെയാണ് 1921 നിന്ന് ഒരു ജനത 2011 നടന്നു കയറിയത്? ആ ചരിത്രം പറയുമ്പോ ജമാഅത്തുകാരൻ പറയണം, ഇവിടുത്തെ NDF-കാർ അവർക്കാവുന്നില്ല. മുസ്ലിം ലീഗിനോട് ആശയപരമായി മത്സരിക്കാൻ ഇവർക്കാവില്ല. വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മൾ, ആവുന്ന അത്ര വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴോ ആക്രമണങ്ങളാണ്. ഒരൊറ്റ നിയമസഭക്കകത്ത് ഞാൻ ജാഗരൂകനായി പലപ്പോഴും ഈ വിഷയം വരുമ്പോൾ കേൾക്കാറുണ്ട്. ഒരൊറ്റ CPM-ന്റെ MLA അവർക്ക് പല കള്ളത്തരങ്ങളും പറയുമ്പോഴും NDF-ഉം ലീഗും തമ്മിൽ അവിശുദ്ധ ബാന്ധവമുണ്ട് എന്ന് പറയാൻ ഒരു തന്നെ നാവും പങ്കിടില്ല. അവർക്കറിയാം ലീഗുമായി കയ്യം കളിക്ക് മെനക്കെടുകയാണ്, ലീഗുമായി പോരാട്ടത്തിന് പുറത്തിറങ്ങി വരികയാണ്. ഒരു കാര്യം ഇവരൊക്കെ മനസ്സിലാക്കണം, മുസ്ലിം ലീഗ് പാർട്ടി 60 കൊല്ലത്തോളം ഈ കേരളക്കരയിൽ 63 കൊല്ലത്തോളം നിൽക്കുന്നത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയും ആരെങ്കിലും പേടിച്ചിട്ടും ഭയന്നിട്ടുമല്ല, വലിയ പുലികളോട് മത്സരിച്ചിട്ടാണ്, വലിയ എതിരാളികളോട് പോരടിച്ചിട്ടാണ്. ആ ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ 4 ഗുണ്ടകൾ പറഞ്ഞു വിട്ടാൽ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇരുട്ടിന്റെ മറവിൽ കുറച്ച് ആളുകൾ നിർത്തിയിട്ട് ഒരുത്തനെ കൂട്ടമായി വെട്ടിയിട്ട് കളിക്കണ ഈ ഗുണ്ടാപ്പണിയുണ്ടല്ലോ. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, വളരെ ആധികാരികമായിട്ട് പറയാം, ഒരൊറ്റ നിമിഷം 1 മണിക്കൂർ ഞങ്ങൾ ചെലവഴിച്ചാൽ മതി കേരളത്തിൽ. മുസ്ലിം യൂത്ത് ലീഗിന്റെ എഫേർട്ട് 1 മണിക്കൂർ ചെലവഴിച്ചാൽ 2 കാലിൽ നടക്കുന്ന ഒരൊറ്റ NDF-കാരൻ കേരളക്കരയിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ഈ രാജ്യത്തിന്റെ നിയമത്തെ കൈയെടുക്കാൻ, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയെ കൈയെടുക്കാൻ, ഈ രാജ്യത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ അങ്ങനെ ഒരു നിറകെട്ട പണി വേണ്ടതില്ല എന്നറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ 10 ഇരട്ടി കഴിവുള്ളവരോട് മുസ്ലിം ലീഗ് 63 കൊല്ലത്തിലെ ആഴങ്ങളിലേക്ക് വേരുള്ള ഒരു വൃക്ഷം. 940 കൊച്ചു ചെടിയാണ്, 50 കുറച്ചുകൂടി മുളച്ചു, 60 കുറച്ചുകൂടി മുളച്ചു. അപ്പോഴൊക്കെ ആർക്കും ഇത് കയ്യിൽ കളയാം. വളർച്ചയുള്ള വടവൃക്ഷം. അന്നത്തെ പുലികൾ വന്നിട്ട് മുറിച്ചിട്ട് മുറിയാത്ത ഈ മരമാണ് ഈ പുതിയ കാലത്ത് കുറെ എലികളെ കൊണ്ടുവന്ന് മുറിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത്. മനസ്സിലാക്കണം, ലീഗ് പാർട്ടിയോട് മത്സരിക്കാൻ NDF-ന്റെ പിറകിൽ നിന്ന് കളിക്കുന്നവർ അവരാരായിരുന്നാൽ നമുക്കറിയാം. കഴിഞ്ഞ ഭരണകൂടം 4 LDF-ന്റെ വോട്ടുകൾക്ക് വേണ്ടി 5 കൊല്ലം കേരളത്തെ തീവ്രവാദികൾക്ക് തീറൊടിച്ച് കൊടുത്ത
കോടിയേരി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ് ഈ രാജ്യത്തെ തകർത്തത്. അറിയുമോ നിങ്ങൾക്ക്? തലശ്ശേരി ഇതാ ലത്തീഫും ബഹുമാന്യനായ സൈദുദ്ദീൻ സാഹിബൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇടപെട്ടതാണ്. അതിന്റെ പേരിൽ കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം മറച്ചുവെക്കാൻ LDF സഹായിച്ചത് കോടിയേരിയാണ്, 4 വോട്ടിന് വേണ്ടി. അങ്ങനെയാണ് കേരളത്തിന്റെ തെരുവിൽ നിന്ന് 3 ചെറുപ്പക്കാർ കാശ്മീരിന്റെ മണ്ണിൽ പോയി ഇന്ത്യയോട് പടവെട്ടിയിട്ട് അവർ അപമാനിതരായി. ഓർക്കണം നിങ്ങൾ, അപമാനിതരായി. അവർക്ക് മാത്രമല്ല, സ്വന്തം ഉമ്മക്ക് പോലും വേണ്ടാത്തവരായി. ഓർക്കണം സ്നേഹമുള്ളവരെ, ആ തീവ്രവാദികൾ അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ട് നട്ടപ്പാതിരക്ക് മണൽ കടത്തി, നട്ടപ്പാതിരക്ക് ഗുണ്ടാപ്പണിയെടുത്ത്, നട്ടപ്പാതിരക്ക് എല്ലാ കൂട്ടിക്കൊടുപ്പുകളും നടത്തിയിട്ട് ഉണ്ടാക്കുന്ന പണം കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും പോലീസുകാരനെ വിലക്ക് വാങ്ങിയിട്ട് ആ പോലീസുകാരനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരിയുടെ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളുടെ പഴയ ആളുകളായ 20 പുലിക്കുട്ടികളായ മുസ്ലിം ആളുകൾ നിയമസഭ കടത്തുന്നത്. ഓരോറ്റ ഒരുത്തരെയും കിട്ടില്ല. അത് മനസ്സിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. തീവ്രവാദികൾക്ക് വേണ്ടി വക്കാലത്തിന്റെ പണിയെടുക്കുന്നവർ മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്രയോ ഉണ്ട്. എത്രയോ എന്ന് പറഞ്ഞാൽ 99% ഞാൻ പറയുന്നു. എന്നാൽ അതിനിടയിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി പഴയ കമ്മ്യൂണിസ്റ്റ് സേവകരുടെ ഭാഗമായി ഈ പണിയെടുത്താൽ അതവർക്ക് നല്ലതിനായിരിക്കില്ല എന്ന് വളരെ ആധികാരികമായി അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ നിർവഹിക്കണം. വരുന്ന കാലങ്ങളിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും 20 MLA-മാരുടെ കാവൽ പണി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ പണിയല്ല. യൂത്ത് ലീഗിന്റെ നിങ്ങൾക്ക് ബാധ്യതയുണ്ടാവേണ്ടത് 5 റുപ്പിക കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു ചെറുപ്പക്കാരന്റെ വികാരത്തിലാണ്. അവിടെയാണ് അത് മറന്നുപോയി. കേരളത്തിലെ ഏറ്റവും പ്രോജ്വലമായ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ, ഏറ്റവും പ്രോജ്വലമായ സംഘടനയാണ് ഡിവൈഎഫ്ഐ. കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പോഴാ അവരിങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ളവരാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ മൂത്താപ്പയായത് പോലും ആ സംഘടന അറിഞ്ഞില്ല. അവസാനം പേരൊക്കെ പരിഹാരം മെഡിക്കൽ കോളേജ് ചേർത്തപ്പോഴാണ് ഇവന്റെ വയസ്സ് നോക്കാൻ വേണ്ടി ബുക്ക് എടുത്ത് നോക്കുന്നത്. അധികാരത്തിന്റെ ഇടനാഴിയിൽ തീർക്കം ഭരിച്ചുറങ്ങുകയായിരുന്നു കഴിഞ്ഞ 5 വർഷം ഡിവൈഎഫ്ഐ. യൂത്ത് ലീഗുകാരാ, നമ്മൾ ഭയപ്പെടേണ്ടത് ദാരിദ്ര്യത്തെയല്ല, നമ്മൾ ഭയപ്പെടേണ്ടത് അധികാരമില്ലാത്ത അവസ്ഥയല്ല. നമ്മൾ വിശ്വാസികൾ ഭയക്കേണ്ടത് സമ്പന്നതയെയും അധികാരത്തെയുമാണ്. അധികാരം ദുഷിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ യൂത്ത് ലീഗുകാരെ നിങ്ങൾ ഉണ്ടാവരുത്. അധികാരത്തിന്റെ ഘടനയിൽ പോയി ഉറങ്ങുകയല്ല. 20 MLA-മാരെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ആ 20 MLA-മാർ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അവരുടെ കാവൽ പണിയല്ല നിങ്ങളുടെ പണി. അവരുടെ കാവൽ പണിയല്ല നിങ്ങളുടെ ബാധ്യത. നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 റുപ്പികയുടെ മെമ്പർഷിപ്പ് വാങ്ങിയ പ്രവർത്തകന്റെ വികാരം, ആ വികാരം ബന്ധപ്പെടുമ്പോ, ആ വികാരത്തിനെതിരായ സമീപനങ്ങൾ ഉണ്ടാകുമ്പോ ഉണർന്നു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് ഭരിക്കുന്നവരാരെയും നോക്കിയല്ല, ഭരിക്കുന്നത് എന്തിനെന്ന് നോക്കിയല്ല. നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി കേരളത്തിന്റെ പുറത്തിരുന്ന് സമരം ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ സമരം ചെയ്യാൻ ഈ 20 MLA-മാരും അകത്തുണ്ടാവണം. അതാണ് ലീഗിന്റെ രീതി. അതാണ് അധികാരത്തിന് വേണ്ടി കാവൽ നിൽക്കരുത് നിങ്ങൾ. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള, മാന്യതയുള്ള, മറ്റൊന്നിനോടും കടപിടിക്കാനാവാത്ത നന്മയുടെ പ്രത്യാശം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുമായി വരുന്ന കാലങ്ങളിൽ ഈ സമൂഹത്തിനും സമുദായത്തിനും ഉണർത്തുപാട്ടായി പ്രവർത്തിക്കാൻ, അവർക്ക് കൈത്താങ്ങായി നിൽക്കാൻ, അവർക്ക് കരുത്തായി നിൽക്കാൻ നമ്മുടെ നേതാക്കന്മാരുടെ പിന്നിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോവുക. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരൻ അൻവർ, നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.